പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ പി അഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ ഐ പി അഡ്രസ്സ് കണ്ടു, ഐ പി അഡ്രസ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസസിനെ കുറിച്ച് പഠിച്ചു, സ്പെഷ്യൽ പർപ്പസ് ഐ പി അഡ്രസ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ സബ്നെറ്റിംഗ് പഠിച്ചു അല്ലേ, നെറ്റ് മാസ്കിനെ കുറിച്ച് പഠിച്ചു, സബ്നെറ്റിംഗ് പഠിച്ചു അല്ലേ. സബ്നെറ്റിംഗ് എന്താണ് ചെയ്യുന്നത്? ലാർജ് നെറ്റ്വർക്ക് അല്ലെ, സ്മോളർ സബ്നെറ്റുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും. അപ്പോൾ അതായത് എത്ര സബ്നെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത്രയും ബിറ്റുകൾ നമ്മൾ ഹോസ്റ്റ് ഐ ഡി പാർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ സബ്നെറ്റ് ഐ ഡി ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സബ്നെറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് മാസ്ക് എഴുതുമ്പോൾ അപ്പോൾ ഈ സബ്നെറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ബിറ്റുകളും കൂടെ നമ്മൾ നെറ്റ്വർക്കിനോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ നെറ്റ് മാസ്ക് എഴുതുന്നത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ സബ്നെറ്റിംഗ് അതുപോലെ നെറ്റ് മാസ്കിൻ്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഐ പി അഡ്രസ്സ് വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് മാസ്ക് വേണം. നെറ്റ് മാസ്കും ഐ പി അഡ്രസ്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടും. ഈ നെറ്റ്വർക്ക് അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാക്കറ്റിനെ റൗട്ട് ചെയ്യുന്നത്. ഓരോ പർട്ടിക്കുലർ നെറ്റ്വർക്കിലേക്ക് പാക്കറ്റുകളെ ഫോർവേഡ് ചെയ്യുന്നത് റൗട്ടർ. ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റ് ഐ ഡി നോക്കിയിട്ട് ആ പർട്ടിക്കുലർ ഹോസ്റ്റിലേക്ക് നമ്മളെ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇന്ന് കാണാം. ഇന്ന് നമ്മൾ റൗട്ടിംഗ് ഒന്നും കൂടെ നമുക്ക് ഈ പുതിയ അറിവിന്റെ വെളിച്ചത്തിൽ ഒന്നും കൂടെ നമുക്ക് റൗട്ടിംഗ് കാണാം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഐ പി അഡ്രസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഐ പി അഡ്രസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നെറ്റ് മാസ്ക് പഠിച്ചിട്ടുണ്ട്, സബ്നെറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും കൂടെ റൗട്ടിംഗ് കാണാൻ വേണ്ടി പോവുകയാണ്. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൗട്ടിംഗ് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ സബ്നെറ്റ് മാസ്കും ഐ പി അഡ്രസ്സും യൂസ് ചെയ്തുകൊണ്ട് പാക്കറ്റുകളിലെ റൗട്ട് ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഐ പി അഡ്രസ്സിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടാവും, ഹോസ്റ്റ് ഐ ഡി ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ നെറ്റ്വർക്ക് ഐ ഡി യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹോസ്റ്റ് ഐ ഡി യൂസ് ചെയ്തുകൊണ്ടാണ് ആ നെറ്റ്വർക്കിലെ ഏത് ഹോസ്റ്റ് മെഷീൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളെ റൗട്ടറുകൾ എന്താ ചെയ്യുന്നത്? റൗട്ടറുകൾ ഓരോ നെറ്റ്വർക്കിലേക്ക്, ഏത് നെറ്റ്വർക്കിലേക്കാണോ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യേണ്ടത് ആ കറസ്പോണ്ടിങ് നെറ്റ്വർക്കിലേക്ക്, ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിൽ എത്തുന്നത് വരെ ഈ പാക്കറ്റുകളെ ഓരോ നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ റൗട്ടർ ചെയ്യുന്നത്. അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഐ പി അഡ്രസ്സിലുള്ള നെറ്റ്വർക്ക് ഐ ഡി വായിച്ച് നോക്കിക്കൊണ്ടാണ് റൗട്ടർ ഈ പാക്കറ്റുകളെ ഫോർവേഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മളെ നെറ്റ്വർക്ക് ഐ ഡി എങ്ങനെയാണ് കിട്ടുക? നമ്മൾ ഐ പി അഡ്രസ്സിൽ നെറ്റ്വർക്ക് ഐ ഡി പാർട്ടും ഉണ്ട്, ഹോസ്റ്റ് ഐ ഡി പാർട്ടും ഉണ്ട്. പക്ഷേ എത്ര ബിറ്റുകൾ കൊണ്ടാണ് നെറ്റ്വർക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്കറിയാം, നമ്മൾ സബ്നെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ക്ലാസ് സി നെറ്റ്വർക്ക് ആണെങ്കിലും നേരത്തെ കഴിഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, അവിടെ നമ്മൾ ക്ലാസ് സി ഐ പി അഡ്രസ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷെ അവിടെ നമ്മൾ നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 24 ബിറ്റുകളല്ല, അതിന് പകരം എക്സ്ട്രാ 25 ബിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ റിമൈനിങ് 7 ബിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഹോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. കാരണം 25-ൽ 24 ബിറ്റ് നെറ്റ്വർക്കിനെയും 1 ബിറ്റ് കൊണ്ട് നമ്മൾ സബ്നെറ്റിനെയും കുറിച്ചു അല്ലെ, സബ്നെറ്റിംഗ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഐ പി അഡ്രസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് സി ആണെങ്കിലും ഇവിടെ നമ്മൾ നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 25 ബിറ്റുകൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഐ പി അഡ്രസ്സ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞ ഒരു നമ്പറും കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 32 ബിറ്റ് നമ്പർ ആണെന്ന് നമ്മൾ കണ്ടു. നെറ്റ് മാസ്ക് അതിൽ നമ്മൾ ഐ പി അഡ്രസ്സിന്റെ എത്ര ബിറ്റുകളാണോ നെറ്റ്വർക്കിനെ കുറിക്കുന്നത്, നെറ്റ്വർക്ക് പ്ലസ് സബ്നെറ്റ്, അത്രയും ബിറ്റുകൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുകയും റിമൈനിങ് ബിറ്റുകൾ 0 ആയിട്ട്, ഹോസ്റ്റിനെ കുറിക്കുന്ന ബിറ്റുകൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് നെറ്റ് മാസ്കിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൗട്ടർ നമ്മൾ ഐ പി അഡ്രസ്സ് മാത്രമല്ല ഈ നെറ്റ് മാസ്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ഐ പി അഡ്രസ്സിൽ നിന്ന് നെറ്റ്വർക്ക് അഡ്രസ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് റൗട്ടറിൽ വരികയാണെങ്കിൽ ആദ്യം റൗട്ടർ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് ബിറ്റ് വൈസ് ആൻഡഡ് വിത്ത് സബ്നെറ്റ് മാസ്ക്. ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സിന്റെ
ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4 ബിറ്റ് ആണെന്ന് വിചാരിക്കും. 4 ബിറ്റ് 1101 ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് സങ്കല്പിക്കൂ. ചെറിയ ഉദാഹരണം പറയാണ്, കാരണം ഒറിജിനൽ അല്ല ഇത്, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ബിറ്റ് വൈസ് ആൻഡ് എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ നമ്മളെ നെറ്റ് മാസ്ക് 1111 ആണെന്ന് വിചാരിക്കൂ നിങ്ങൾ. അപ്പോൾ അതിനെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 1 × 1 എത്രയാണ്? 1 അല്ലേ. 1 × 0 എത്രയാണ്? 0 അല്ലേ. 1 × 1 എത്രയാണ്? 1. 1 × 1 എത്രയാണ്? 1 അല്ലേ. ഇതാണ് ബിറ്റ് വൈസ് ആൻഡിങ് എന്ന് പറയുന്നത്. ഓരോ ബിറ്റിനെയും നമ്മൾ ആൻഡ് ചെയ്തെടുക്കുക. ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ബൈനറി നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ആൻഡ് ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ബിറ്റ് വൈസ് ആൻഡ് ഓരോ ബിറ്റായിട്ട് എടുത്ത് അതിനെ ആൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുമ്പോൾ നെറ്റ് മാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന്, നെറ്റ്വർക്ക് ഐ ഡി പാർട്ട് മുഴുവൻ 1ഉം ഹോസ്റ്റ് ഐ ഡി പാർട്ട് മുഴുവൻ 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതേ നമ്പർ തന്നെയാണ് അല്ലേ. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0ഉം കിട്ടും. അപ്പോൾ നമ്മൾ IP അഡ്രസ്സിനെ നെറ്റ് മാസ്ക് കൊണ്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി കിട്ടും. നമ്മളെ നെറ്റ്വർക്ക് ഐ ഡി കിട്ടും. നമ്മളെ പാക്കറ്റിന്റെ നെറ്റ്വർക്ക് ഐ ഡി, നമ്മളെ പാക്കറ്റ് ഏത് നെറ്റ്വർക്കിലേക്കാണ് പോകേണ്ടത് ആ നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് ഐ ഡി കിട്ടും. നെറ്റ്വർക്ക് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഈ റൗട്ടർ അതിന്റെ റൗട്ടിംഗ് ടേബിളിൽ ചെക്ക് ചെയ്യും. ഈ നെറ്റ്വർക്ക് ഐ ഡി ആയിട്ടുള്ള നെറ്റ്വർക്ക് ഞാനുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ, അതായത് റൗട്ടർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ആണോ ഈ നെറ്റ്വർക്ക് എന്ന് റൗട്ടിംഗ് ടേബിളിൽ ചെക്ക് ചെയ്യും. റൗട്ടിംഗ് ടേബിളിൽ എന്താ ഉണ്ടാവുക, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടാവും, ഏത് ഇന്റർഫേസിലാണ് റൗട്ടറിന്റെ ഏത് ഇന്റർഫേസിലാണ് ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഇന്റർഫേസിന്റെ അഡ്രസ്സ്, ഇന്റർഫേസിന്റെ ഐ ഡി ഉണ്ടാവും അല്ലേ. അതാണ് നമ്മളെ റൗട്ടിംഗ് ടേബിളിൽ ഉണ്ടാകുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. റൗട്ടിംഗ് ടേബിളിലുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നെറ്റ്വർക്കിലേക്ക് ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഡീഫോൾട്ട് റൗട്ട് വഴി പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യും. അങ്ങനെയാണ് റൗട്ടർ പ്രവർത്തിക്കുന്നത്. എന്താണ്? ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് ബിറ്റ് വൈസ് ആൻഡഡ് വിത്ത് സബ്നെറ്റ് മാസ്ക് ടു ഗെറ്റ് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അഡ്രസ്. ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അഡ്രസ് ആദ്യം കണ്ടുപിടിക്കും ബിറ്റ് വൈസ് ആൻഡ് ചെയ്തിട്ട്, IP അഡ്രസ്സും നെറ്റ് മാസ്കും. എന്നിട്ട് റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്യും. ഈ നെറ്റ്വർക്ക് അഡ്രസ്സിലുള്ള നെറ്റ്വർക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ റൗട്ടിംഗ് ടേബിൾ ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് ഈ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇഫ് എ മാച്ച് ഈസ് ഫൗണ്ട് പാക്കറ്റ് ഈസ് സെൻഡ് ടു ദ ഇന്റർഫേസ് ഓഫ് മാച്ചിങ് നെറ്റ്വർക്ക് ഐ ഡി. അങ്ങനെ മാച്ച് ചെയ്യുന്ന നെറ്റ്വർക്ക് ഐ ഡി ഉള്ള നെറ്റ്വർക്കിന്റെ ഇന്റർഫേസിലേക്ക് ഈ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നു. ഇനി ആ ഒരു നെറ്റ്വർക്ക് ഈ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ റൗട്ടിംഗ് ടേബിളിൽ ആ എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ദ പാക്കറ്റ് ഈസ് സെൻഡ് ഔട്ട് ത്രൂ ഡീഫോൾട്ട് റൂട്ടിലൂടെ ഈ പാക്കറ്റിനെ സെൻഡ് ചെയ്യും. ഡീഫോൾട്ട് റൂട്ട് ഉണ്ടാവും. ഇതൊന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ട ഒരു റൂട്ട് ഉണ്ടാവും. അതിലൂടെ പാക്കറ്റിനെ സെൻഡ് ചെയ്യുന്ന മനസ്സിലാക്കാം. നമ്മളതൊരു ചിത്രത്തിന്റെ നമ്മൾ ഈ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു ഉദാഹരണം നോക്കാം. നേരത്തെ എക്സാമ്പിൾ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. നേരത്തെ നമ്മളെ ക്ലാസ് C നെറ്റ്വർക്കിനെ 200.1.2.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് നമ്മൾ 2 സബ്നെറ്റായി ഡിവൈഡ് ചെയ്തു അല്ലെ. ഒരു സബ്നെറ്റ് ഐ ഡി എന്ന് പറയുന്നത് 200.1.2.0 അടുത്ത സബ്നെറ്റ് ഐ ഡി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് 200.1.2.128. അപ്പോൾ ഓരോ സബ്നെറ്റിലും 128 അഡ്രസ് ചെയ്തുകൊണ്ട് അറിയാം അല്ലെ. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് 126 സിസ്റ്റംസ് വീതം മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാം. അതിൽ നമ്മൾ അക്കൗണ്ടിങ് സെക്ഷനിൽ 20:, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ഷനിൽ റിമൈനിങ് 80:, ആണ് ഇപ്പോൾ തൽക്കാലം കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ഒരു പാക്കറ്റ് വരുന്ന നമ്മളെ സപ്പോസ് എ പാക്കറ്റ് കണ്ടെയ്ൻസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. നമ്മളൊരു ഇന്റർനെറ്റിൽ നിന്ന് ഒരു പാക്കറ്റ്, അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് എത്രയാണെന്ന് നോക്കൂ നിങ്ങൾ. 200.1.2.130 ആണ് അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്. അപ്പോൾ ഏത് സബ്നെറ്റിലേക്കായിരിക്കും പോകേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അക്കൗണ്ടിങ് സെക്ഷനിലേക്കാണോ പോകേണ്ടത്, മാർക്കറ്റിംഗ് സെക്ഷനിലേക്കാണോ പോകേണ്ടത്? ഇവിടെ നോക്കൂ. അക്കൗണ്ടിങ് സെക്ഷന്റെ റേഞ്ച് എത്രയാണ്? 200.1.2.0 മുതൽ 200.1.2.127 വരെയാണ് അല്ലെ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ഷന്റെ റേഞ്ച് എത്രയാണ്? 200.1.2.128 മുതൽ 200.1.2.255 വരെയാണ് അല്ലെ.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഏത് സബ്നെറ്റിലേക്കാണ് പോകേണ്ടതെന്ന് അല്ലേ. പക്ഷെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. റൗട്ടർ എങ്ങനെയാണ് ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ റൗട്ടറിന് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട് അല്ലേ. എന്താണ് 200.1.2.130 എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്ക് ഉണ്ട് അല്ലേ. എന്താണത്? 255. നേരത്തെ ക്ലാസ് നിങ്ങൾ റെഫർ ചെയ്യുക. നേരത്തെ നമ്മൾ അതിന്റെ സബ്നെറ്റ് മാസ്ക് എങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളത്? എത്ര ബിറ്റുകളാണോ നെറ്റ്വർക്കിനെ കുറിക്കുന്നത്, നെറ്റ്വർക്ക് പ്ലസ് സബ്നെറ്റ്, അത്രയും ബിറ്റുകൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. റിമൈനിങ് ഹോസ്റ്റിനെ കുറിക്കുന്ന ബിറ്റുകൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്നെറ്റ് മാസ്ക് കിട്ടും. ആ ഓരോ 8 ബിറ്റ് വീതം എടുത്ത് അതിനെ കറസ്പോണ്ടിങ് ഡെസിമലിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സബ്നെറ്റ് മാസ്ക് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടിയ സബ്നെറ്റ് മാസ്ക് ആണ് 255.255.128. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, 128 ആണ് കിട്ടിയത്. സാധാരണ ക്ലാസ് സി നെറ്റ്വർക്ക് ആണെങ്കിൽ 255.255.0 ആണ് നെറ്റ് മാസ്ക് ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ നോക്കൂ, 128 ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? നമ്മൾ സബ്നെറ്റിംഗ് ചെയ്തുകൊണ്ടാണ് നെറ്റ് മാസ്ക് വ്യത്യാസം വന്നത്. അപ്പോൾ സബ്നെറ്റ് മാസ്കും കയ്യിലുണ്ട്. റൗട്ടറിന്റെ കേസിൽ റൗട്ടറിന് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ടാവും, സബ്നെറ്റ് മാസ്കും ഉണ്ടാവും. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടും നോക്കാം. ഇവിടെ ഏതാ S1ന്റെ നെറ്റ്വർക്ക് അഡ്രസ് എത്രയാ? 200.1.2.0 അല്ലെ. ആദ്യത്തെ IP അഡ്രസ് അതാണ് നമ്മൾ നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്രസ് നമ്മൾ ഡയറക്റ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ S2 എന്ന് പറഞ്ഞ സബ്നെറ്റിന്റെ ആദ്യത്തെ അഡ്രസ് എത്രയാ? 200.1.2.128. അതാണ് ആ നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്ന നെറ്റ്വർക്ക് അഡ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എത്രയാ? 200.1.2.255 അല്ലെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാക്കറ്റിന്. അപ്പോൾ ഈ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് സബ്നെറ്റിലേക്ക് പോകേണ്ടതാണെന്നാണ്. 200.1.2.128 മുതൽ 200.1.2.255 വരെയാണ് IP അഡ്രസ് എങ്കിൽ അത് S2 എന്ന് പറഞ്ഞ സബ്നെറ്റിലേക്ക് പോകേണ്ട പാക്കറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് S2 എന്ന് പറഞ്ഞ സബ്നെറ്റിലേക്ക് പോകേണ്ട പാക്കറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, ഇനി നമ്മളെ റൗട്ടറിന്റെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്ത് ചെയ്ത ഡെസ്റ്റിനേഷൻ അഡ്രസ് ചെയ്ത് അതിന് മുമ്പേ നമ്മൾ പൊസിഷണൽ വാല്യൂ എഴുതി വെക്കുക. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബൈനറിയിൽ ഞാൻ ഇതൊക്കെ ബൈനറി റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ബൈനറി റെപ്രസെന്റ് ചെയ്യുക? 200ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആദ്യത്തെ ബൈറ്റ് 200 ആണ് അല്ലെ. അപ്പൊ 200ന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാ ഡെസിമൽ വാല്യൂ, ഈ 200 എന്നുള്ള ഡെസിമൽ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി എങ്ങനെ എഴുതുക? 200 എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 128 + 64 എത്രയാണ്? 192 അല്ലെ. പിന്നെ 8 ആണ് 200. അപ്പൊ അതിന്റെ അണ്ടർനീറ്റിൽ 1 ഇടുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. നിങ്ങൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ അത് നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന വീഡിയോ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് 200.1.2.130 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ബൈനറി നമ്പർ എഴുതാം ആദ്യം. അതെങ്ങനെ എഴുതിയിട്ടുള്ളത്? ആദ്യത്തെ 200ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ 11001000 എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ, അതായത് 1 എന്നുള്ള പൊസിഷൻ വാല്യൂ അതിന്റെ അണ്ടർനീറ്റിൽ 1 കൊടുക്കുക, ബാക്കി റിമൈനിങ് പൊസിഷൻസ് എല്ലാം 0 കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും. അതുപോലെ തന്നെ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടാൻ 2 എന്നുള്ള പൊസിഷൻ വാല്യൂ ഉണ്ടല്ലേ. അപ്പൊ അതിന് അണ്ടർനീറ്റിൽ 1 ഇടുക, റിമൈനിങ് പൊസിഷൻസ് 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 130ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? ഏതൊക്കെ പൊസിഷനിലുള്ള വാല്യൂസ് ആഡ് ചെയ്താലാണ് നമുക്ക് 130 കിട്ടുക? 128ഉം 2ഉം ആണ് 130 അല്ലെ. അപ്പൊ 128 എന്നുള്ള പൊസിഷനിൽ 1 കൊടുക്കുക, അതുപോലെ തന്നെ 8 എന്നുള്ള പൊസിഷനിൽ 1 കൊടുക്കുക. റിമൈൻ ബിറ്റ് പൊസിഷൻസ് 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 130 കിട്ടി. അപ്പൊ ഈ ഒക്ടറ്റിൽ നമ്മൾ എഴുതി. അങ്ങനെ 4 ഒക്ടറ്റും നമ്മൾ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇത് റൗട്ടറിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമുക്കറിയാം റൗട്ടർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒക്കെ ബൈനറി ആയിട്ട് മാത്രമേ നമ്പേഴ്സിനെ പ്രോസസ് ചെയ്യും നമുക്കറിയാം അല്ലെ. അപ്പൊ അത് ബൈനറി എഴുതി. അതിനുശേഷം നമ്മൾ നെറ്റ് മാസ്ക് ഇതുപോലെ നമുക്ക് ബൈനറിയിൽ എഴുതാം. 255 ഒന്നാമത്തെ ഒക്ടറ്റ് എന്ന് പറയുന്നത് 255 ബൈനറിയിൽ എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക? എല്ലാ ബിറ്റ് പൊസിഷനും 1 ആണ്. അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ്. അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എഴുതുന്നതാണ് 255 അല്ലെ. 255നെ ബൈനറിയിലാക്കാൻ എല്ലാ ബിറ്റ് പൊസിഷനിലും 1 കൊടുക്കുക. വീണ്ടും 255 അഗെയിൻ നമ്മൾ എല്ലാ ബിറ്റ് പൊസിഷനിലും 1 കൊടുക്കുക. അഗെയിൻ 255 അല്ലെ.
അപ്പോൾ എല്ലാ ബിറ്റ് പൊസിഷനിലും 1 കൊടുക്കുക. പിന്നെ അടുത്ത എന്താണ് നെറ്റ് മാസ്ക് 128 ആണ് അല്ലെ, ലാസ്റ്റ് ബൈറ്റ് 128 ആണ്. 128നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 128 ബിറ്റ് പൊസിഷനിൽ 1 കൊടുക്കുക, റിമൈനിങ് ബിറ്റ്സ് എല്ലാം 0. നമ്മുടെ നെറ്റ് മാസ്കില് നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ 1ഉം ഹോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബിറ്റുകളൊക്കെ 0 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത് നമ്മൾ കറസ്പോണ്ടിങ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ബൈനറി എഴുതിയാൽ. അപ്പോൾ ഇവയെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നെറ്റ്വർക്ക് ഐ ഡി ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. ഇവയെ എന്ത് ചെയ്യണം? നമ്മൾ ബിറ്റ് വൈസ് ആഡ് ചെയ്യണം അല്ലെ. ബിറ്റ് വൈസ് ആൻഡിങ് എങ്ങനെ ചെയ്യാം? ഓരോ ബിറ്റായിട്ട് എടുക്കുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പോൾ നിങ്ങൾക്കറിയാം 1 കൊണ്ട് എല്ലാ ബിറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്താൽ അതേ സംഖ്യ തന്നെ കിട്ടും അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ബിറ്റായിട്ട് എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 0 × 0 എത്രയാണ്? 0 അല്ലേ. അപ്പോൾ 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആയിപ്പോയി അല്ലേ. അതുപോലെ തന്നെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ അതേ നമ്പർ തന്നെ അല്ലേ. മൾട്ടിപ്ലിക്കൻ്റ് എന്താണോ അത് തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ 1 ആണ്. അപ്പോൾ നമ്മൾ ഏത് സംഖ്യയാണ് മൾട്ടിപ്ലൈ ചെയ്തത് അതേ സംഖ്യ ഇവിടെ കിട്ടുന്നു അല്ലേ. ഇപ്പോൾ 1നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0ഉം 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ മേലത്തെ സംഖ്യ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? 8 ബിറ്റ് ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ മുകളിലുള്ള 8 ബിറ്റുകൾ തന്നെയാണ് ഇവിടെ റിസൾട്ടായിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഒക്ടറ്റ് നോക്കൂ, അവിടെയും എല്ലാം 1 തന്നെയാണ് അല്ലേ. അപ്പോൾ മേലത്തെ സംഖ്യ എന്താണോ അതേ സംഖ്യ നമുക്ക് ഇവിടെ റിസൾട്ടായിട്ട് കിട്ടി. അതുപോലെ തന്നെ അടുത്ത ഒക്ടറ്റ് നോക്കുക, അതിൽ നമ്മുടെ സബ്നെറ്റ് മാസ്ക് എല്ലാം 1 ആയതുകൊണ്ട് തന്നെ ബിറ്റ് പൊസിഷൻസ് എല്ലാം 1 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ ആ ഒക്ടറ്റിൽ എന്താണോ നമ്പർ ഉള്ളത് അതേ നമ്പർ നമുക്ക് താഴെ കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമാണ് ബിറ്റ് വൈസ് ആൻഡ് ചെയ്യാൻ അല്ലേ. നമ്മൾ ഓരോ ബിറ്റായിട്ട് എടുക്കുന്നു, അവ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു അല്ലേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് താഴെ ഇതുപോലുള്ളൊരു നമ്പർ കിട്ടും അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ഡെസിമലിലേക്ക് മാറ്റിയാൽ എന്താണ് കിട്ടുക നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്താണ്? മുകളിൽ എഴുതിയ നമ്പർ തന്നെയാണ് ഇതും അല്ലേ. നോക്കൂ, നിങ്ങൾ എന്താ സംശയം ഉണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ. കാരണം എന്താ, ഇവിടെ നമ്മൾ 1 കൊണ്ടല്ലേ എല്ലാ ബിറ്റുകളും 1 ആയത് നമ്പർ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിൽ എഴുതിയ നമ്പർ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എത്രയാണ്? 200 അല്ലേ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ. 128ന്റെ പൊസിഷനിലോ 64ന്റെ പൊസിഷനിലോ അതുപോലെ തന്നെ 8ന്റെ പൊസിഷനിലോ ആണ് 1 ഉള്ളത്. അപ്പോൾ 128 പ്ലസ് അല്ലെങ്കിൽ 128ന്റെ പൊസിഷനിലും 64ന്റെ പൊസിഷനിലും 8ന്റെ പൊസിഷനിലുമാണ് 1 ഉള്ളത് അല്ലേ. അപ്പൊ 128 പ്ലസ് 64 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 200 എന്ന് കിട്ടും നിങ്ങൾക്ക് അല്ലേ. 128 64 192 ഇട്ടും 200. അപ്പൊ അതുകൊണ്ടാണ് 200 എഴുതിയത്. ഇനി അടുത്ത ഒക്ടറ്റ് കറസ്പോണ്ടിങ് നമ്പർ ഏതാണ്? ലാസ്റ്റ് 1ന്റെ ബിറ്റ് പൊസിഷനിലാണ് 1 ഉള്ളത്. അപ്പൊ ഇത് 1 തന്നെ അല്ലേ. ഇപ്പൊ 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്, നമുക്കറിയാം. 2ന്റെ പൊസിഷനിലാണ് 1 ഉള്ളത്. അപ്പോൾ 2 അല്ലെ. ലാസ്റ്റ് ഈ ഒക്ടറ്റ് നോക്കൂ, ഇവിടെ മാത്രമാണ് വ്യത്യാസം അല്ലെ. ഇവിടെ നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് നമ്പർ കിട്ടിയത്? 1, ബാക്കി റിമൈനിങ് 7 zeros അല്ലെ. ആ ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എത്രയാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ? 128 അല്ലെ. 128ന്റെ അണ്ടർനീറ്റിൽ 1ഉം റിമൈനിങ് ബിറ്റ് പൊസിഷനിലെല്ലാം 0 ആണുള്ളത്. അപ്പോൾ 128 എന്നാണ് കിട്ടിയത്. ഈ അഡ്രസ്സ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് ഏത് നെറ്റ്വർക്കിന്റെ അഡ്രസ് ആണ്? നോക്കൂ നിങ്ങൾ, 2 സബ്നെറ്റിൽ ഇവിടെ അതിൽ രണ്ടാമത്തെ സബ്നെറ്റിന്റെ അഡ്രസ് അല്ലേ ഇത്? 200.1.2.128. നോക്കൂ നിങ്ങൾ. അപ്പോൾ നമ്മളെ പാക്കറ്റ് ഏത് സബ്നെറ്റിൽ പോകേണ്ടതാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ബിറ്റ് വൈസ് ആഡ് ചെയ്തപ്പോൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനെ സബ്നെറ്റ് മാസ്ക് കൊണ്ട് ബിറ്റ് വൈസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഐ ഡി കിട്ടി, അഥവാ സബ്നെറ്റ് ഐ ഡി അല്ലെ. സബ്നെറ്റ് ഐ ഡി എന്നും നെറ്റ്വർക്ക് ഐ ഡി എന്നും പറഞ്ഞാൽ സെയിം തന്നെയാണ്. സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നെറ്റ്വർക്കിന്റെ പാർട്ടിലാണ് കൂട്ടുക. സബ്നെറ്റ് ആ ബിറ്റും കൂടെ നമ്മൾ നെറ്റ്വർക്കിന്റെ കൂടെ കൂട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് ഐ ഡി കിട്ടി. നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് S2 രണ്ടാമത്തെ സബ്നെറ്റിന്റെ അഥവാ രണ്ടാമത്തെ നെറ്റ്വർക്കിന്റെ അഡ്രസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പാക്കറ്റ് സ്വാഭാവികമായിട്ട് എവിടത്തേക്ക് ഫോർവേഡ് ചെയ്യും? S2ലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ഒരു അനിമേഷന്റെ രൂപത്തിൽ ഒന്നും കൂടെ കാണാം. 200.1.2.128 എന്നാണ് നമുക്ക് കിട്ടിയത്. വിച്ച് ഈസ് ദ നെറ്റ്വർക്ക് അഡ്രസ് ഓഫ് നെറ്റ്വർക്ക് S2 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിന്റെ അഡ്രസ് ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതും അങ്ങനെയാണല്ലോ അല്ലെ. 200.1.2.130 എന്നാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉള്ളത്. അപ്പൊ ആ ഡെസ്റ്റിനേഷൻ മെഷീനുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് S2 ആണ്. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഫോർവേഡ് ചെയ്തത്. അതെങ്ങനെയാണ് കിട്ടിയത്? നെറ്റ് മാസ്ക് വൈറ്റ് ബിറ്റ് വൈസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടി. ആ നെറ്റ്വർക്ക് അഡ്രസ്സ് ഏത് ഇന്റർഫേസിലാണോ റൗട്ടറിന്റെ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഇന്റർഫേസ് വഴി പാക്കറ്റിനെ ആ നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു.
നമുക്കിത് തന്നെ നമുക്കൊന്ന് ഒരു അനിമേഷൻ്റെ രൂപത്തിൽ കാണാം. നമ്മളെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇതാണ്. നമ്മുടെ സബ്നെറ്റ് മാസ്ക് 255.255.255.128 ആണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മളെ നെറ്റ്വർക്കിനെ 2 സബ്നെറ്റുകളാക്കിയിട്ട് ലാർജ് നെറ്റ്വർക്കിനെ ക്ലാസ് ഇ നെറ്റ്വർക്കിനെ നമ്മൾ S1 S2 എന്ന് പറഞ്ഞ 2 സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളെ സബ്നെറ്റ് ഒന്നാമത്തെ സബ്നെറ്റ് അതിൽ എത്ര മുതൽ എത്ര വരെ അഡ്രസ്സ് ഉണ്ട്? 200.1.2.0 മുതൽ 200.1.2.127 വരെ അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ അഡ്രസ്സ് നെറ്റ്വർക്കിനെ കുറിക്കുന്നതാണ് അല്ലെ, നെറ്റ്വർക്കിന്റെ അഡ്രസ്സാണ്. രണ്ടാമത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് അല്ലെ, DBA ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ്. റിമൈനിങ് അഡ്രസ്സസ് 200.1.2.1 200.1.2.2 അങ്ങനെ തുടങ്ങി 200.1.2.126 അങ്ങനെയുള്ള 126 അഡ്രസ്സുകളാണ് ഈ S1 എന്നുള്ള സബ്നെറ്റിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഉള്ളത്. അതുപോലെ തന്നെ S2 എന്ന് പറയുന്ന സബ്നെറ്റിൽ നെറ്റ്വർക്കിലുള്ളത് ഏതൊക്കെ അഡ്രസ്സുകളാണ്? 200.1.2.128 മുതൽ 200.1.2.255 വരെയുള്ള അല്ലെ ആ അഡ്രസ്സുകളാണ് നമ്മളെ ഈ നെറ്റ്വർക്കിലുള്ളത്. അതിൽ തന്നെ നമ്മൾ 200.1.2.128 എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നെറ്റ്വർക്കിന്റെ അഡ്രസ്സാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്രസ് ആയിട്ടുള്ള 200.1.2.255 എന്നുള്ളത് അത് ഡയറക്റ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ് അല്ലെ. അപ്പൊ റിമൈനിങ് 200.1.2.129 200.1.2.130 അങ്ങനെ തുടങ്ങി 200.1.2.254 അല്ലെ. അത്രയും അഡ്രസ്സുകളാണ് അങ്ങനെയുള്ള 128 2 കുറച്ച 126 അല്ലെ, അങ്ങനെയുള്ള 126 അഡ്രസ്സുകളാണ് S2 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലും ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 2 നെറ്റ്വർക്കുകളെ 2 ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? നമ്മൾ ഒരു റൗട്ടർ കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ റൗട്ടറിന് പ്രധാനമായിട്ട് 3 ഇന്റർഫേസ് ആണുള്ളത്. M1 എന്ന് പറഞ്ഞ ഇന്റർഫേസുമായിട്ടാണ് S1 എന്നുള്ള നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതുപോലെ M2 എന്ന് പറഞ്ഞ ഇന്റർഫേസുമായിട്ടാണ് S2 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സിമ്പിൾ ആയിട്ട് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആയിരിക്കും. ഈ കാർഡിന് പിന്നെ IP അഡ്രസ്സും ഉണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, റൗട്ടിംഗ് ഒക്കെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് കണ്ടതാണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്യും. സാധാരണ ഈ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും 0 അല്ലാത്ത 1 അല്ല 1 മുതലുള്ള അഡ്രസ് 1 എന്നുള്ള അഡ്രസ് ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുക നോർമലി. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ റൗട്ടർ സിമുലേഷൻ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഇന്റർഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ റൗട്ടറിന്റെ മൂന്നാമതൊരു ഇന്റർഫേസും കൂടി ഉണ്ട്, അത് എക്സിറ്റ്, നമ്മളെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഇന്റർഫേസും അല്ലെ. അപ്പൊ ഈ റൗട്ടറിന് ഒരു റൗട്ടിംഗ് ടേബിൾ ഉണ്ട്. ഈ റൗട്ടിംഗ് ടേബിൾ എന്തൊക്കെയുള്ളത്? നെറ്റ്വർക്ക് ID ഉണ്ട് അല്ലെ, നമ്മളെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ID, ആ നെറ്റ്വർക്കിന്റെ അഡ്രസ്സ്. S1ന്റെ നെറ്റ്വർക്ക് അഡ്രസ് എത്രയാ? ആദ്യത്തെ അഡ്രസ്സ് അതാണ് നെറ്റ്വർക്ക് അഡ്രസ് 200.1.2.0 അല്ലെ. 0 ഹോസ്റ്റ് ID പാർട്ടൊക്കെ 0 ആകുന്ന അഡ്രസ് ആദ്യത്തെ അഡ്രസ് അല്ല. എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മളെ ഹോസ്റ്റ് ID പാർട്ട് മുഴുവൻ 0 ആകുക അല്ലെ. അങ്ങനെയുള്ള അഡ്രസ്സാണ് 200.1.2.0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ S2ന്റെ നെറ്റ്വർക്ക് അഡ്രസ് എന്ന് പറയുന്നത് 200.1.2.128. അപ്പൊ ആ 2 നെറ്റ്വർക്ക് ഉണ്ട് അല്ലെ. ആ നെറ്റ്വർക്ക് ഉണ്ട്, അതിന്റെ സബ്നെറ്റ് മാസ്ക് ഉണ്ട് അല്ലെ. ഈ 2 സബ്നെറ്റ് നെറ്റ്വർക്കുകളുടെയും സബ്നെറ്റ് മാസ്ക് സെയിം ആണ്. ഏതാണ്? 255.255.255.128 എന്ന് പറയുന്നത്. അതെങ്ങനെയാ കിട്ടിയത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ റൗട്ടിംഗ് ടേബിൾ എന്തൊക്കെയുള്ളത്? നെറ്റ്വർക്ക് അഡ്രസ്, അത് ഈ റൗട്ടർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് അഡ്രസ്, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് അല്ലെ. പിന്നെ ഈ നെറ്റ്വർക്ക് ഏത് ഇന്റർഫേസിൽ കണക്ട് ചെയ്തു എന്നുള്ളത്, ആ ഇന്റർഫേസിന്റെ നമ്പർ അല്ലെങ്കിൽ ഇന്റർഫേസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡന്റിഫയർ, ഒരു നമ്പർ. ഇവിടെ ഒന്നാമത്തെ S1 എന്നുള്ള നെറ്റ്വർക്ക് 200.1.2.0 എന്നാണ് ആ നെറ്റ്വർക്കിന്റെ അഡ്രസ്സ്. അതിന്റെ സബ്നെറ്റ് എന്ന് പറയുന്നത് 255.255.255.128 ആണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് റൗട്ടറിന്റെ M1 എന്ന് പറഞ്ഞ ഇന്റർഫേസിലാണ്. റൗട്ടിംഗ് ടേബിളിൽ അടുത്ത എൻട്രി നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? അടുത്ത നെറ്റ്വർക്ക് S2 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ നെറ്റ്വർക്ക് ID എത്രയാണ്? 200.1.2.128. അതിന്റെ സബ്നെറ്റ് എന്ന് പറയുന്നത് 255.255.255.128 തന്നെയാണ്. കാരണം നേരത്തെ നെറ്റ്വർക്കിനെ നമ്മൾ സബ്നെറ്റ് ചെയ്തതാണ് അല്ലെ, ലാർജ് നെറ്റ്വർക്കിനെ നമ്മൾ സ്മോളർ നെറ്റ്വർക്ക് ആക്കി മാറ്റിയതാണ്. അതുകൊണ്ട് സബ്നെറ്റ് ID സെയിം ആണ് രണ്ടിന്റെയും. അതുപോലെ തന്നെ അത് ഏത് ഇന്റർഫേസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? M2 എന്ന് പറഞ്ഞ ഇന്റർഫേസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഇന്റർഫേസിന്റെ നമ്പർ. പിന്നെ ലാസ്റ്റ് ഒരു
എൻട്രിയും കൂടി ഉണ്ട് അല്ലേ. ഇതാണ് ഡീഫോൾട്ട് റൂട്ട്. എല്ലാം 0 എന്ന സ്പെഷ്യൽ അഡ്രസ് ആണ്. അത് ഡീഫോൾട്ട് റൂട്ടിനെ കുറിക്കാനാണെന്ന് നമുക്കറിയാം അല്ലെ. പുറത്തേക്ക് അല്ലെ ഈ രണ്ട് നെറ്റ്വർക്കും അല്ലാണ്ട് നമ്മളെ പുറത്തേക്കുള്ള ഒരു നെറ്റ്വർക്കിലേക്കാണ് പാക്കറ്റ് ഫോർവേഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഡീഫോൾട്ട് റൂട്ട് വഴിയാണ് റൗട്ടർ സെൻഡ് ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് വരുമ്പോൾ ഈ ഇന്റർഫേസ് വഴിയാണ് പാക്കറ്റ് റൗട്ടറിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ ഇന്റർനെറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് വരികയാണ്. അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 200.1.2.130 എന്നുള്ളത്. അപ്പൊ റൗട്ടർ എന്താ ചെയ്യാ? റൗട്ടിംഗ് ടേബിളിൽ നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? നമ്മളെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്കുമായിട്ട് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. എന്നാൽ മാത്രമേ നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടൂ അല്ലെ. നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റൗട്ടറിനെ റൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാന്ന് ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുക? ഈ അഡ്രസ്സിനെ നമ്മൾ ബൈനറി എഴുതണം അല്ലെ. ബൈനറി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 200.1.2.130. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇതാണ് അല്ലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതി. അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതി അല്ലെ. അത് നമ്മൾ എഴുതി. അതിനുശേഷം ബിറ്റ് വൈസ് ആൻഡ് ചെയ്തു അല്ലെ. ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് എന്ത് കിട്ടി? 200.1.2.128 എന്ന് കിട്ടി അല്ലെ. നെറ്റ്വർക്ക് അഡ്രസ് കിട്ടിയെങ്കിൽ നമുക്ക് ഇനി എന്ത് നോക്കാം? റൗട്ടിംഗ് ടേബിൾ നോക്കാം. 200.1.2.128 എന്ന് പറയുന്ന എൻട്രി റൗട്ടിംഗ് ടേബിൾ ഉണ്ടല്ലേ. അത് ഏത് ഇന്റർഫേസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? M2 എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പാക്കറ്റ് M2 എന്ന് പറഞ്ഞ ഇന്റർഫേസിലൂടെ S2 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യുന്നു അല്ലെ. കാരണം എന്താ? നമ്മളെ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് മെഷീൻ ഉള്ളത് ഈ നെറ്റ്വർക്കിലാണ്. 200.1.2.128 എന്ന് നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ടുള്ള നെറ്റ്വർക്കിലാണുള്ളത്. അതുകൊണ്ടാണ് ആ നെറ്റ്വർക്കിലേക്ക് നമ്മളെ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ കണ്ടത് റൗട്ടിങ്ങിനെ കുറിച്ചാണ് അല്ലെ. നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ് റൗട്ടിങ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച IP അഡ്രസ്സും സബ്നെറ്റിങ്ങും നെറ്റ് മാസ്കും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ റൗട്ടിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നുകൂടെ കാണുകയാണ് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ റൗട്ടിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? റൗട്ടറിൽ റൗട്ടിംഗ് ടേബിൾ ഉണ്ടാവും നമുക്കറിയാം അല്ലെ. ആ റൗട്ടിംഗ് ടേബിൾ പ്രധാനമായിട്ട് ഉണ്ടാകുക അത് ആ റൗട്ടർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് അഡ്രസ്സും അത് ഏത് ഇന്റർഫേസിലാണ് കണക്ട് ചെയ്തത് ആ ഇന്റർഫേസിന്റെ അഡ്രസ്സും അതാണ് ഉണ്ടാകുക അല്ലെ. അപ്പൊ നമ്മളെ റൗട്ടർ എന്താ ചെയ്യുന്നത്? ഇൻകമിംഗ് പാക്കറ്റിന്റെ IP അഡ്രസ് എടുക്കുന്നു, അതിന്റെ സബ്നെറ്റ് മാസ്ക് എടുക്കുന്നു, അവ തമ്മിൽ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് നെറ്റ്വർക്ക് ഐഡിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ആ നെറ്റ്വർക്ക് അഡ്രസ്സ് റൗട്ടിംഗ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് അഡ്രസ് ഉള്ള നെറ്റ്വർക്ക് ഏത് ഇന്റർഫേസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, റൗട്ടറിന്റെ ഏത് ഇന്റർഫേസിലാണെന്ന് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് റൗട്ടറിന് മനസ്സിലാക്കുകയും ആ കറസ്പോണ്ടിങ് ഇന്റർഫേസിലൂടെ ആ പാക്കറ്റിനെ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഒരു മാച്ചിങ് എൻട്രി റൗട്ടിംഗ് ടേബിൾ ഇല്ലെങ്കിൽ ഡീഫോൾട്ട് റൗട്ട് വഴി പാക്കറ്റിനെ സെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ റൗട്ടിങ്ങിന്റെ പ്രവർത്തനം നടക്കുന്നത്. IP അഡ്രസ് നോക്കിയിട്ട് റൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.